ഗ്രെയിൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് 2 ആഴ്ചകളുടെ ഇടവേളയിൽ 2 ഗഡു ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഒക്ടോബർ 25-നും നവംബർ 6-നുമാണ് ഈ 2 ഗഡുക്കൾ വിതരണം ചെയ്തത്. എന്നാൽ ഈ പെൻഷൻ തുകകളും അതിനു മുമ്പ് വിതരണം ചെയ്ത പെൻഷൻ തുകയും ലഭിക്കാത്ത നിരവധി പേരുണ്ട്. ഇത്തരത്തിൽ പെൻഷൻ ലഭിക്കാത്തതിനുള്ള ഒരു പ്രധാന കാരണം പെൻഷൻ മസ്റ്ററിംഗ് ആണ്. മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ട് പലർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീടുകളിലെത്തി അക്ഷയ ജീവനക്കാർ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തു തരുന്നതാണ്. അതിനാൽ പെൻഷൻ മുടങ്ങിയവർ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരം. 20-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത മാസത്തെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. ഇനി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടും പെൻഷൻ മുടങ്ങിയവരുണ്ട്. അതിന് പല കാരണങ്ങളാണ് ഉള്ളത്. അതായത് പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടപ്പോൾ സമർപ്പിക്കാത്തവർക്ക് തുക മുടങ്ങിയിട്ടുണ്ട്. അത്തരക്കാർ നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ബന്ധപ്പെടുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ട് നിരവധി ഗഡുക്കൾ മുടങ്ങിയവരുണ്ട്. അത്തരത്തിലുള്ളവർക്ക് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാത്തത് മൂലം പെൻഷൻ മുടങ്ങിയ നിരവധി പേരുണ്ട്. എന്നാൽ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്, ഏതൊക്കെ രേഖയാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുക. പെൻഷൻ ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് സൈറ്റിൽ കയറാം. ശേഷം നിങ്ങളുടെ സ്റ്റേറ്റസ് പരിശോധിക്കണം. അതായത് നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്നെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഏതൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന കാര്യം പരിശോധിച്ച് അത് എത്രയും വേഗം പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ. ഇനി നിലവിൽ വിതരണം ചെയ്ത പെൻഷനിൽ കേന്ദ്രവിഹിതം ഉള്ളവരിൽ ചിലർക്ക് ആ വിഹിതം അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന പരാതികളും ഉയർന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നത്. തുടർച്ചയായി കേന്ദ്രവിഹിതം മുടങ്ങുന്നവർ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ആധാറിലോ പെൻഷൻ രേഖകളിലോ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം പാലിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.